ബി.ജെ.പി. മന്ത്രിയുടെ കൊള്ള കയ്യോടെ പൊക്കി. നിന്ന നിൽപ്പിൽ 20 ലക്ഷം രൂപയാണ് ഗോവയിലെ ബി.ജെ.പി. മന്ത്രി ആവശ്യപ്പെട്ടത്. ചാക്കിലാക്കി. ഈ വലിയ കൊള്ളയെ തുറന്നു കാട്ടിയതാകട്ടെ മറ്റൊരു ബി.ജെ.പി. മന്ത്രിയാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതോടെ മണിപ്പൂരിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെടാം. അഥവാ ബി.ജെ.പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് വിശ്വാസമില്ല എന്നായിരുന്നു സുപ്രീം കോടതി കനത്ത വിമർശനമായി അന്ന് പറഞ്ഞത്. അതിന് അക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ മുൻ മന്ത്രി ചാക്ക് കണക്കിന് പണം കൊടുത്താലേ ഒരു ഫയൽ ഒന്ന് നീങ്ങിക്കിട്ടൂ എന്ന് രൂക്ഷമായി വിമർശിച്ചത്. സ്വന്തം പാർട്ടിയുടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായിട്ട് ഗോവയിലെ ബി.ജെ.പി. നേതാവും മുൻ മന്ത്രിയായ പാണ്ഡുരംഗ് മത്കൈക്കറാണ് ഗോവയിലെ ബി.ജെ.പി. സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. പ്രമോദ് സാവന്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിയിൽ മാത്രം ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് മത്കൈക്കറുടെ ആരോപണം. കൊള്ള നടക്കുന്നുണ്ട്, ഒന്നും അനങ്ങുന്നില്ല. അവർ പണം എണ്ണുന്ന തിരക്കിലാണ്. എല്ലാ മന്ത്രിമാരും പണം എണ്ണുന്ന തിരക്കിലാണ്. ഗോവയിൽ ഒന്നും സംഭവിക്കുന്നില്ല. സാവന്തിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാരിലെ മുൻ മന്ത്രിയാണ് ഈ പറഞ്ഞത്. സംസ്ഥാന മന്ത്രിമാർക്ക് ഫയലുകൾ ശരിയാക്കാൻ ലക്ഷക്കണക്കിന് നൽകേണ്ടി വരുമെന്ന് മത്കൈക്കർ ആരോപിക്കുന്നുണ്ട്. ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ഒരു ബി.ജെ.പി. മന്ത്രിക്ക് 20 ലക്ഷം രൂപ കൈക്കൂലി നൽകാൻ താൻ നിർബന്ധിതനായി എന്നതുമാണ് അവകാശപ്പെടുന്നത്. പാർട്ടിയുടെ ഉന്നത ദേശീയ നേതാക്കളിൽ ഒരാളായ ബി.എൽ. സന്തോഷിന്റെ 2 ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മത്കൈക്കർ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തിയത്. കൈക്കൂലി നൽകിയ മന്ത്രി ആരാണെന്ന് അദ്ദേഹം പക്ഷേ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ പാർട്ടി വിടുമ്പോൾ മന്ത്രിയുടെ പേര് പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണം ആർക്കെതിരെയാണോ അവരോട് ചോദിക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രി സാവന്തിന്റെ പ്രതികരണം. എന്നാൽ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണം അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല.